ഹാജുവലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒപ്പം നമ്മളെ തറവാട്ട് വീട്ടിലെ ഒരു കുഞ്ഞു നോമ്പ് തുറയും അവിടെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവമാണ്. പിന്നെ നമ്മൾ ചിച്ചൂസിന് നമ്മളൊരു കുഞ്ഞു ഗിഫ്റ്റും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാവും ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്ന മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗായ്സ്, അപ്പോൾ നമുക്ക് ഒരു കൊറിയർ ഉണ്ട്. ചിച്ചുമാക്ക് ചെറിയൊരു ഇതാണ്. ഞങ്ങൾ പൊതുവെ പഠിക്കാനിരിക്കുമ്പോഴും അങ്ങനെയൊക്കെ ഞങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ചിച്ചുമാക്കൊരു ബുക്ക് വേണം, പെന്ന് വേണം. അപ്പോൾ അഥവാ ഓക്ക് ബുക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവളെ ചീന്തി കളയലാണ്. അപ്പോൾ അവിടെ ഫുള്ള് വേസ്റ്റൊക്കെ ഇട്ടിട്ട് അപ്പോൾ അങ്ങനത്തെ പരിപാടി കൊണ്ട് ഞങ്ങൾ ഓക്ക് ഒരു ക്ലോത്തിൻ്റെ പുസ്തകമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നമുക്കിത് ചിച്ചുമാക്ക് കൊണ്ട് കൊടുക്കാം. അവളെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഗൈസ് കം. ചിച്ചുമാ പുസ്തകം എനിക്കിത് വേണ്ട. നമുക്ക് അൺബോക്സ് ചെയ്യാം. നമ്മൾ അൺബോക്സ് ചെയ്ത് നോക്കാൻ പോവാണ്. എണീക്ക് പുസ്തകം. അപ്പൊ ഗൈസ് അൺബോക്സ് ചെയ്യാം. ചിച്ചുമാന്റെ എക്സ്പ്രഷൻ നോക്കി. അപ്പോൾ ഗൈസ് ചിച്ചുമ്മ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഓളൊരിതിൽ. അപ്പോൾ ഞങ്ങളും ഹാപ്പിയാണ്. ഓക്ക് ആ പുസ്തകം വാങ്ങിക്കൊടുത്തപ്പോൾ ഓളും ഹാപ്പിയാണ്. അപ്പോൾ ഗൈസ് ഇനി ഞങ്ങൾ നേരെ തറവാട്ടിലോട്ട് പോവുകയാണ്. ഇന്നപ്പോൾ തറവാട്ടൻ വീട്ടിൽ ചെറിയൊരു നോമ്പ് തുറ ഉണ്ട്. അപ്പോൾ ഇത് നല്ല കട്ട്ലേറ്റിലോട്ടുള്ള ഫില്ലിംഗ് ആണ്, മസാല. അപ്പം അത് അവിടെ ലീ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. അപ്പം ഞാൻ സെറ്റാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ബിരിയാണിയിലോട്ടുള്ള പ്രിപ്പറേഷൻ, പിന്നെ അതുപോലെയുള്ള സ്നാക്സ്, അങ്ങനത്തെ ഐറ്റംസിലോട്ടുള്ള പ്രിപ്പറേഷനൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ റോളും കട്ട്ലേറ്റുമാണ്. അപ്പോൾ ഞാൻ എൻ്റെ മെയിൻ സാധനം ഗൈസ് മുഹബത്ത് കാ സർബത്ത്, അതില്ലാതെ നമുക്കൊരു നോമ്പ് തുറ ഇല്ലല്ലേ. അപ്പോൾ ഞാനതിൻ്റെ മെയിൻ സ്പെഷ്യൽ ഞാനത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എനിക്കെന്താണെന്നറിയില്ല, ഈ മുഹബത്ത് കാ സർബത്തിനോട് വലിയ ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല അമ്പലത്തിൽ ഇവിടെ ഉത്സവമാണെന്ന്. അപ്പം അതിലൂടെ ഇങ്ങനെ പോവായിരുന്നു, ഒരു ഘോഷയാത്ര. അപ്പം ഞങ്ങൾ സിറ്റ് ഔട്ടിലോട്ട് ഇറങ്ങി നിന്നതാണ്. പിന്നെ ഞങ്ങൾ ഓരോന്നായിട്ട് അവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഗൈസ് നമ്മുടെ മുത്തൂസിൻ്റെ കാല് ജസ്റ്റ് ഒന്ന് വാതിലിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ നോമ്പ് തുറക്കാനുള്ള ഡിഷസ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. കട്ട്ലേറ്റ് ഉണ്ട്, സമൂസ ഉണ്ട്, ചിക്കൻ റോളുണ്ട്, പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മളെ മെയിൻ സംഭവം മുഹബത്ത് കാ സർബത്ത് ഉണ്ട്, തരിക്കഞ്ഞി ഉണ്ട്, പിന്നെ നല്ല അടിപൊളി ബിരിയാണി. അപ്പം അതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ലീയും മോനൂസും കൂടി ഒന്ന് ജസ്റ്റ് അവിടെ ആ ഉത്സവത്തിൻ്റെ അവിടേക്കൊന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ ഗൈസ് നല്ല റഷാണ്. അപ്പം തറവാട്ടിൽ തോന ആളുണ്ടായപ്പോൾ ഞങ്ങൾ കടയിലോട്ട് പേപ്പർ ഗ്ലാസ് വാങ്ങാനായിട്ട് പോയതാണ്. അപ്പോഴാണ് നമ്മളിങ്ങനത്തെ കാഴ്ച കണ്ടത്. കച്ചവടക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഗൈസ് ലീയൊക്കെ നല്ല ഹാപ്പിയിലാണ്. അങ്ങനെ ഞങ്ങൾ ഗ്ലാസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഗ്ലാസ്സൊക്കെ വാങ്ങി നേരെ ഞങ്ങൾ തറവാട്ടിലോട്ട് പോവാണ്. ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നെയാണ് ഞങ്ങൾ കടയിലോട്ട് പോയത്. ക്ലാസ്സൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ തിരിച്ചിട്ടുണ്ട്.
തറവാടും വീടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അമ്പലം കേട്ടോ ഗൈസ്. അപ്പോൾ അതാണ് അമ്പലം, നോക്കിയാൽ കാണാം. പിന്നെ ഞങ്ങൾ അടിയിൽ ഒരു പായ് പോലെ വിരിച്ചിട്ട് ഞങ്ങൾ നിലത്താണ് ഇരിക്കുന്നത്, കാരണം ടേബിളിൽ എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സ്പേസ് ഇല്ല. ആൻറ്റിൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നോമ്പ് തുറന്നതിൻ്റെ ശേഷം ഇങ്ങനെ പടക്കം പൊട്ടണ കേൾക്കാം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കിയതാണ്. അപ്പോൾ ഞാൻ ഇനി വോയിസ് കൊടുത്ത് കൊളാക്കണില്ല, നിങ്ങൾ തന്നെ കണ്ടോളൂ. ചിഞ്ചുവിനെ വിളിച്ച ഓടി വാ. അങ്ങനെ ഗൈസ് മെയിൻ വെടിക്കെട്ട് എത്തിയിട്ടില്ല, അത് അതിൻ്റെ ഇടയിലൊന്ന് ഇത് പൊട്ടിയതാണ്. പിന്നെ ഗൈസ് ഞാൻ ജസ്റ്റ് ഞങ്ങൾ അവിടെ ബാൽക്കണിയിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. നല്ല രസമുണ്ട് ലൈറ്റൊക്കെ ആയിട്ട് കാണാൻ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. ചിറ്റൂസൊക്കെ കഴിച്ച് സെറ്റായിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ച് വരുന്ന വഴിയാണ്. അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ അത് നമ്മൾ പറയില്ലേ വരവെന്ന്, ഇവിടെ വരവ് കാണാനായിട്ട് പോയതാണ്. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള നൈബറിൻ്റെ വീട്ടിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നല്ല കാണാം. ഇവിടെ മെയിനായിട്ട് എന്നുള്ളത് വെടിക്കെട്ടാണ്. രാത്രി കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ ഗൈസ് ലിയ ഇങ്ങനെ ഡാൻസ് കളിക്കായിരുന്നു, ഒരു ഇതില്ലാതെ. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് നിർത്ത് കുറച്ച് അവിടെ പോയി കളിക്കുക, ആൾക്കാർ കാണുമെന്നൊക്കെ പറഞ്ഞതാണ്. ഓരടങ്ങുന്നില്ല ഗൈസ്, ഓരിങ്ങനെ കളിക്കുകയാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് ഇത് വലിയ ഉത്സവമാണ്. അപ്പോൾ ഇത് ഒരു വർഷത്തിൽ ഒരിക്കലും ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് നമ്മളിത് നല്ല അടിപൊളിയായിട്ട് ഇവിടെ നടത്താറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ അയ്യപ്പൻ വിളക്ക്, കലങ്കേരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവാറുണ്ട്. പക്ഷെ ഇതാണ് മെയിൻ. അപ്പോൾ ഇതാണ് ഗൈസ് ഇവിടുത്തെ ആ വരവ് എന്ന് പറയുന്നത്. നല്ല രസമുണ്ട് കാളയൊക്കെ ആയിട്ട്. ഇനി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഗൈസ് ഇങ്ങനെയായിട്ട് 5 വരവാണുള്ളത്. പിന്നെ ലിയ ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ് ഗൈസ് പാട്ട് കേട്ടിട്ട്. അങ്ങനെ ഗൈസ് ലിയ ഇങ്ങനെ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് ഡാൻസ് കളിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ ആളുകൾ കാണുമ്പോൾ വിചാരിച്ചിട്ട് ഞാൻ കളിക്കുന്നില്ല. പിന്നെ ചിച്ചൂസും ഇൻഷിയും സോയും മോനൂസൊക്കെ സെറ്റായി നിൽക്കുകയാണ് അടുത്ത വരവ് കാണാനായിട്ട്. ടോട്ടൽ 5 വരവാണുള്ളത്. നല്ല രസമുണ്ട് ഗൈസ്. ശിങ്കാരിമേള ഒക്കെ ഉണ്ട്. ചില സ്ഥലത്ത് ഇങ്ങനെ ഡ്രസ് കോഡായിട്ടൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി ബാക്കിൽ അടുത്ത വരവ് വരണുണ്ട്. പിന്നെ ഞങ്ങൾ ആ വരവ് ഉള്ള സ്ഥലത്ത് തന്നെ കണ്ടതാണ് ഗൈസ്. നല്ല രസമുള്ള ഹെയർ ബോസ് ലൈറ്റിൻ്റെ. പിന്നെ നല്ല രസമുണ്ട്. പിന്നെ അടുത്ത വരവാണ് വരുന്നത്.
നിക്കന്നല്ലേ പരിപാടി എങ്ങനെ ഉണ്ടെന്ന് പറയും. അടിപൊളി അടിപൊളി പരിപാടി അല്ലേ? പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ ഗൈസ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഫുഡ് കഴിക്കുന്നത് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ വെടിക്കെട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല ആ നൈബറിൻ്റെ വീട്ടിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെ വീടിൻ്റെ ബാൽക്കണി പോയി അവിടുന്ന് നല്ല കാണാം കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് ഗൈസ് അവിടുന്ന് ഇങ്ങനെ പൊട്ടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ കൊടുത്തിട്ട് ചർപ്പിക്കുന്നില്ല അതേപോലെ. അപ്പോൾ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഗൈസ് വെടിക്കെട്ടൊക്കെ കണ്ടു കഴിഞ്ഞു. നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനൊക്കെ ആകെ പേടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് അവിടേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ മിന്നുമ്പോൾ കണ്ണിന്നൊക്കെ വെള്ളം വരായിരുന്നു ഗൈസ്. അപ്പോൾ ഈ വീഡിയോ എത്ര ഉള്ളൂ. ഇനി നല്ല ഈദിൻ്റെ വീഡിയോസ് ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.